നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് സദ്യ തോരൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാബേജ് തോരൻ സദ്യയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാബേജാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി മതിയാവും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ച് ചെറുതാക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇത് 1/4 കപ്പോളം ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 6 എണ്ണം, ഒരു 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടായി സ്റ്റൗവിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കടുകും അതുപോലെ തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ ഇനി ഇതായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ഇതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരയ്ക്കരുത്, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പരിപ്പുണ്ടല്ലോ, പരിപ്പ് നന്നായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നല്ലോണം ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ പൊങ്ങിക്കെടുക്കും. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാബേജും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ചെറുപയർ പരിപ്പിന് അത്ര വലിയ വേഗമൊന്നുമില്ല. നമ്മളിതിൽ നന്നായിട്ട് ഇതിനെ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവിയിൽ വേവിക്കുന്ന ആ വേവിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കാബേജ് ഇതുപോലെ കടായിലൊന്നിങ്ങനെ ഒതുക്കി വെക്കണം. ഇതിന് ശേഷം നമ്മൾ ഒരു 1/4 ഗ്ലാസോളം വെള്ളം, നമ്മളിപ്പോൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ഒക്കെ ഒരു അംശം ഉണ്ടാവും അതിൽ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ഇത് കാബേജ് ഒതുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒതുക്കി വെച്ച് കൊടുക്കണം. തേങ്ങ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. നല്ല രുചിയും നല്ല മണമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇതിനി നമ്മൾ ഇളക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 4 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മളുടെ കാബേജും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയുടെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ചില സദ്യയിലൊക്കെ ഇതുപോലെ കഴിച്ചിട്ടില്ലേ, പരിപ്പും കൂടെ ഉണ്ടാവും, ചെറുപയർ പരിപ്പും ഉണ്ടാവും അതിൻ്റെ കൂടെ. നല്ല രുചിയാണ് ഇതും കൂടെ കൂട്ടി ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി ഇതിലധികം പണിയൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഈ സമയത്ത് ഉപ്പ് നോക്കണം. എനിക്കിപ്പോൾ ഞാനിട്ട ഉപ്പ് ഇതിൽ പാകമാണ് കേട്ടോ. നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ആയി വന്നിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ കാബേജ് തോരൻ. സാധാരണ കാബേജ് മാത്രം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കൂടുതലായിരിക്കും ഇതുപോലെ ചെറുപയർ പരിപ്പ് വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ സദ്യക്ക്. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ